ഹലോ, എല്ലാവർക്കും ഹിസ്റ്റോറിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നെറ്റ് എക്സാമിന്റെ PYQs ഡിസ്കസ് ചെയ്യുന്ന സീരീസിലെ 5ാമത്തെ പാർട്ടിലാണുള്ളത്. നേരത്തെ നമ്മൾ 4 പാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ല എങ്കിൽ അതും കാണുക എന്നാണ് പറയാനുള്ളത്. ഈ ഒരു പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അത് കാണാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് നെറ്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിന്റെ എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ മെറ്റീരിയൽസ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾ ഇതുവരെ അതിന്റെ ഭാഗമായിട്ടില്ല എങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇവിടെ ഒരു സ്ലൈഡിൽ ഞാനൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്, അതിലും നിങ്ങൾക്ക് കാണാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെറ്റ് എക്സാം, ഹിസ്റ്ററിയിൽ നെറ്റ് എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ലൈക്കും കമന്റൊക്കെ ചെയ്യാനായിട്ടും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ എൻഗേജ്മെന്റ്സ് ആണ് ശരിക്കും നമുക്ക് ഇതിൽ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ദെൻ നമ്മൾ എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ കുറച്ച് കണ്ടന്റ് ഡിസ്കസ് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഗൃഹ്യസൂത്രാസിനെ സംബന്ധിച്ചാണ്. ഗൃഹ്യസൂത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫാമിലി ലൈഫൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന ഏരിയയാണ് ശരിക്കും ഗൃഹ്യസൂത്ര എന്ന് പറയുന്നത്. ഈ വേദിക് പീരീഡിനെ പറ്റിയിട്ടുണ്ടോ? ദെൻ ഇവിടെ ഗൃഹ്യസൂത്രയിൽ മാരേജിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതിൽ പറയുന്നത് മാരേജിന്റെ ടൈം എന്ന് പറയുന്നത് സൂര്യന്റെ നോർത്തേൺ കോഴ്സ്, നമ്മൾ പറയാം ഉത്തര ആയനം എന്നൊക്കെ പറയാലോ, ഉത്തരായന സമയത്താണ് മാരേജിന്റെ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ആ രീതിയിലാണ് ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അടുത്തത്, ഗ്രൂം എന്ത് ചെയ്യണം? ലേൺഡ് ബ്രാഹ്മണാസിനെ, അതായത് കല്യാണ ചെക്കൻ പഠിച്ച ബ്രാഹ്മണാസിനെ കല്യാണ പെണ്ണിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം. വേണമെങ്കിൽ ഒരു നിശ്ചയം എന്ന രീതിയിലൊക്കെ ഓർക്കുക. അടുത്തത് ബ്രൈഡ് ടു ബി, അതായത് വധു എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ ബാത്തും ഹെയർ വാഷും ഒക്കെ ചെയ്യണം. അടുത്തത് ഗ്രൂം ഇഗ്നൈറ്റ്സ് ദി സെറിമോണിയൽ ഫയർ. ഗ്രൂം എന്ത് ചെയ്യും? അത് കല്യാണ ചെക്കൻ സെറിമോണിയൽ ഫയർ ഇഗ്നൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനുള്ള തീ കൊടുക്കും. അടുത്തത് കന്യാദാന എന്നുള്ളതാണ്. അതായത് അച്ഛൻ മകളെ, അതായത് വധുവിനെ ഭർത്താവിന് കൊടുക്കുന്നതാണ് കന്യാദാന എന്ന് പറയുന്നത്. then മധുപർക്ക എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രൂം is honored with seat, foot washing and honey mixed offering. അതായത് കല്യാണ ചെക്കൻ എന്ത് ചെയ്യുന്നു? സീറ്റ് കൊടുക്കുന്നു, കാല് കഴുകി കൊടുക്കുന്നു, അതുപോലെ തന്നെ ഹണി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള മധുരം പകരുന്നു എന്നുള്ള രീതിയിൽ മധുപർക്ക എന്നുള്ളത് ഓർത്തു വെക്കുക. ദെൻ പാണിഗ്രഹണ എന്നുള്ളതാണ് ഹോൾഡിംഗ് ദ ബ്രൈഡ്സ് ഹാൻഡ്, വധുവിന്റെ കൈ പിടിക്കുക ബൈ എന്താണ് പറയുക ഗ്രൂം. പിന്നെ അടുത്തത് ലജോ ഹോമ എന്നുള്ളതാണ്. ദ ബ്രൈഡ് ഓഫേഴ്സ് റോസ്റ്റഡ് ഗ്രെയിൻ മിക്സഡ് വിത്ത് ലീവ്സ്. അതെന്ത് ചെയ്യുന്നു? ബ്രൈഡ് ഇതുപോലെ റോസ്റ്റഡ് ഗ്രെയിനും മിക്സഡ് ലീവ്സും ഒക്കെ എന്ത് ചെയ്യും? ഓഫർ ചെയ്യും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു സംഗതി വരുന്നത്, ബ്രൈഡ് ഓർ കപ്പിൾ സ്റ്റെപ്പ് ഓൺ എ സ്റ്റോൺ ഫോർ സ്റ്റെബിലിറ്റി. അവരെന്ത് ചെയ്യുന്നു? സ്റ്റോണിന്റെ മുകളിൽ കാല് വെക്കുന്നു. then അഗ്നി പരിണയന എന്ന് വെച്ച് കഴിഞ്ഞാല് ദ ഗ്രൂം സർക്കുംലേറ്റ്സ്, അല്ലെങ്കിൽ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫയറിന് ചുറ്റും നടക്കുന്നു. ആൻഡ് വോവ്സ് എന്ന് വെച്ചാൽ ഓരോരോ എന്താണ് പറയുക ശ്ലോകങ്ങളൊക്കെ ഉരുവിടുന്നു എന്നുള്ളത്. അതാണ് സപ്തപതി എന്ന് പറയുന്നത്. വാക്കിംഗ് 7 സ്റ്റെപ്സ് ടുഗദർ, 7 അടി ഇവരൊന്നിച്ച് നടന്നകലുന്നു. ഇതാണ് സപ്തപതി എന്ന് പറയുന്നത്. സോ ഇതാണ് ഗൃഹസൂത്രയിൽ മാരേജിനെ സംബന്ധിച്ച് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ അതില് ഗൃഹസൂത്രയുമായി ബന്ധപ്പെട്ട് മാരേജിനെ സംബന്ധിച്ച് പറയുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? The time for the marriage should be fixed during the southern movement of sun. സൂര്യന്റെ ദക്ഷിണായന സമയത്താണ് ടൈം ഫിക്സ് ചെയ്യേണ്ടത്. ശരിയാണോ തെറ്റാണെന്ന് ആലോചിക്കുക. Then groom takes the bride around the fire. ഗ്രൂം എന്ത് ചെയ്യുന്നു? കല്യാണ പെണ്ണിനെ തീക്ക് ചുറ്റും നടത്തുന്നു. അതിനാണ് അഗ്നി പരിണയന എന്ന് പറയുന്നത്. അത് മാരേജ് റൈറ്റ് സ്റ്റാർട്ട്സ് വിത്ത് കന്യാദാന. ഈ മാരേജിന്റെ റൈറ്റ്സ് കന്യാദാനം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അക്കോർഡിംഗ് ടു മോസ്റ്റ് ടെക്സ്റ്റ് മാരേജ് റൈറ്റ് എൻഡ്സ് വിത്ത് സപ്തപതി. മിക്കവാറും ടെക്സ്റ്റുകൾ പറയുന്നത് മാരേജ് റൈറ്റ് അവസാനിക്കുന്നത് സപ്തപതിയോടെയാണ്. ലാസ്റ്റ് വൺ, ധ്രുവരുന്ധതി ദർശന എന്ന് പറയുന്നത് വാസ് എ മാരേജ് റൈറ്റ് പ്രാക്ടീസ് അറ്റ് ദ ഗ്രൂംസ് ഹൗസ്. വധുവിന്റെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രാക്ടീസ് ആണ്, സോറി വരന്റെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രാക്ടീസ് ആണ് ധ്രുവരുന്ധതി ദർശന. സോ ഇവിടുത്തെ ശരിയായ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇവിടെ സദേൺ മൂവ്മെന്റ് അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു നോർത്തേൺ മൂവ്മെന്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അഗ്നി പരിണയന എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ അതിനകത്ത് വരുന്നത് മാരേജ് റൈറ്റ് സ്റ്റാർട്ട് വിത്ത് കന്യാദാന എന്നുള്ളത് തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കന്യാദാനം അല്ല. അതിന് മുന്നേ ഈ പറഞ്ഞ നിശ്ചയം പോലെ അല്ലെങ്കിൽ ലേൺഡ് ബ്രാഹ്മിൻസിനെ പറഞ്ഞയക്കുന്നുണ്ട്, സെറിമോണിയൽ ബാത്ത് ഉണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ദെൻ അക്കോർഡിംഗ് ടു മോസ്റ്റ് ടെക്സ്റ്റ് സപ്തപതി അവസാനത്തെ റൈറ്റ് ആണ്, അത് ശരിയാണ്. അതുപോലെ ഈ ധ്രുവരുന്ധതി ദർശന എന്ന് പറയുന്നത് ഗ്രൂമിൻ ഹൗസിൽ നടക്കുന്ന മറ്റൊരു സെറിമണിയാണ്. സോ ഇവിടെ
എയും സിയും തെറ്റാണ്, ബിയും ഡിയും ഇയും ശരിയാണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പറ്റിയൊരു എന്താണ് പറയലേ, ഒരു ഇവാലുവേഷൻ ഒക്കെ നടത്താൻ പറ്റിയിട്ടുള്ളൊരു സാഹചര്യമാണ്. ഒന്നുകിൽ കമന്റിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്ത് നോക്കുക. ദെൻ അടുത്തതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾക്ക് അതിൽ ക്ലാരിറ്റി വേണമെങ്കിൽ. ആൻഡ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൃഷി പരാശര ആൻഡ് കൃഷി സുക്തി ആർ ടെക്സ്റ്റസ് ഓൺ അഗ്രികൾച്ചർ. കൃഷി പരാശര, കൃഷി സുക്തി എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെ സംബന്ധിച്ചുള്ള ടെക്സ്റ്റുകളാണ്. അതാണ് ബ്രഹാദിയ ഓർ ബിഗ് പ്ലോ is mentioned in a 10th century inscription from Jodhpur. Then Paryaya Muktavali is a text dealing with agriculture technique of tilling the land. Agriculture technique ne patti parayunnathaanu Paryaya Muktavali ennulla. Then the construction of Vabi became popular in Rajasthan and Gujarat in the early medieval India. Detailed instructions regarding agriculture appear in the Agni Purana and the Vishuddhamottara Purana. ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇവിടെ പര്യായ മുക്താവലി, മുക്താവലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രോഗമുക്തി എന്നൊക്കെ പറയുമല്ലോ. സോ ഇവിടെ മുക്താവലി എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ്, പര്യായ മുക്താവലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് അഗ്രികൾച്ചറൽ ടെക്നിക്, ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് അബൌട്ട് ദി മെഡിസിൻ. അത് മെഡിസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വർക്കാണ് പര്യായ മുക്താവലി എന്ന് പറയുന്നത്. ദെൻ അതിനകത്ത് വരുന്നത്, സോ ഇവിടെ സി എന്നുള്ളത് തെറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ഇ എന്ന് പറയുന്നത് ഈ അഗ്നിപുരാണ, അതുപോലെ വിശുദ്ധമോത്തര പുരാണ, ഇതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, ഈ അഗ്രികൾച്ചറിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ ഇല്ല എന്നുള്ളതാണ്. സോ ഇതും തെറ്റാണ്. ഇവിടെ ശരിയായ ഉത്തരം അല്ലെങ്കിൽ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് കറക്റ്റ് വരുന്നത് കൃഷി പരാശര, കൃഷി സുക്തി. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഈസ് അബൌട്ട് അഗ്രികൾച്ചർ. അതുപോലെ തന്നെ ബി സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ബ്രാദി അല്ലെങ്കിൽ ബിഗ് പ്ലോ എന്ന് പറയുന്നത് 10th സെഞ്ചുറി ജോധ്പൂർ ഇൻസ്ക്രിപ്ഷനിൽ കാണുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, അതായത് ഇവിടെ ഓപ്ഷൻ ഡി, കൺസ്ട്രക്ഷൻ ഓഫ് വാബി ബിക്കെയിം പോപ്പുലർ ഇൻ രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് ഇൻ ഏർലി മെഡീവൽ ഇന്ത്യ. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ പര്യായ മുക്താവലി മെഡിസിൻ ആണ്. അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചറിന്റെ സംഗതികൾ അഗ്നിപുരാണ, വിശുദ്ധമോത്ര പുരാണയിൽ കാണുന്നില്ല എന്നുള്ളതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ പറയുന്നത് കാണുന്നു എന്നുള്ളത് തെറ്റാണ്. ദെൻ ഇവിടെ കുറെ സംഗതികൾ പറയുന്നുണ്ട്. അതിനകത്ത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ടെക്സ്റ്റാണ് കൃഷി പരാശര, കൗടില്യാസ് അർത്ഥശാസ്ത്ര, പാണിനി ഷഷ്ഠാധ്യായി, സംഘം ടെക്സ്റ്റുകൾ, മനുസ്മൃതി, അതുപോലെ തന്നെ വരാഹമിഹിരന്റെ ബൃഹത് സംഹിത, അമരസിംഹയുടെ അമരകോശ, കശ്യപിയ സുക്തി, അതുപോലെ തന്നെ കശ്യപിയയുടെ കൃഷി സുക്തി, അതുപോലെ സുരപാലയുടെ വൃക്ഷായുർവേദ, ഇതിലെല്ലാം കൃഷിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചാൽ ഒരു ക്ലാരിറ്റി കിട്ടും. പര്യായ മുക്താവലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് അഗ്രികൾച്ചർ, ഇറ്റ് ഈസ് അബൌട്ട് മെഡിസിൻ. ദെൻ അടുത്തത് ഒരു മാച്ച് ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നാലാമത്തെ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടാൽ മതി. ഇതിനൊരു എക്സ്പ്ലനേഷൻ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ബുദ്ധിസം, മുരുകൻ, നാദ, കൊറവൈ, സ്കന്ദ, ശക്തി, താര, സിദ്ധ. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ മാച്ച് ചെയ്യണം. അതിന് ഇവിടെ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് താര എന്ന് പറയുന്നത്. അറിയും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ സൂചിപ്പിച്ചതാണ്, സ്കന്ദ കാർത്തികേയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മുടെ മുരുകൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സ്കന്ദ. ഓക്കെ, അതായത് നമ്മുടെ തമിഴ്നാട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ മുരുകൻ എന്ന് പറയുന്ന ശിവന്റെ പാർവതിയുടെ മകനാണ് കാർത്തികേയ അല്ലെങ്കിൽ സ്കന്ദ കാർത്തികേയ എന്ന് പറയുന്നത് സൗത്തിൽ മുരുകൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അടുത്തത് വരുന്നത് നാദ എന്നുള്ളതാണ്, ഇറ്റ് ഈസ് സിദ്ധ എന്നുള്ളതാണ്. കൊറബൈ എന്ന് പറയുന്നത് ശക്തി എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ആൻഡ് ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ എന്നുള്ളതാണ്. ദെൻ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. Which of the following is not a dating technique of archaeological remains? ഇവിടെ ആർക്കിയോളജിക്കൽ റിമൈൻസിന്റെ ഡേറ്റിംഗ് ടെക്നിക്, അതായത് കാലപ്പഴക്കം കണ്ടെത്തുന്ന ടെക്നിക് അല്ലാത്തത് ഏത്? നോട്ട്. സോണാർ സെൻസിങ് ടെക്നിക്, അതുപോലെ തന്നെ തെർമോലൂമിനിസെൻസ് മെത്തേഡ്, ആക്സിലറേറ്റഡ് മാസ് സ്പെക്ട്രോമെട്രി, ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ്. ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അതായത് സോണാർ സെൻസിങ് എന്ന് പറയുന്നത് ഒരു ഡേറ്റിംഗ് ടെക്നിക് അല്ല, പകരം അതൊരു എക്സ്പ്ലോറേഷൻ ടെക്നിക്കാണ്.
എക്സ്പ്ലോർ ചെയ്യുക. അതായത് ഇവിടെ റിമൈൻസ് ഉണ്ട് എന്ന് കണ്ടെത്താനുള്ള നമ്മൾ ഏരിയൽ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുന്ന പോലത്തെ കടലിനടിയിൽ നമ്മൾ സോണാർ സെൻസിങ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അത്തരത്തിലൊരു എക്സ്പ്ലോറിംഗ് ടെക്നിക്കാണ് ഈ പറഞ്ഞ സോണാർ സെൻസിങ് എന്ന് പറയുന്നത്. അതേസമയം തെർമോലൂമിനിസൻസ് എന്ന് പറയുന്നതും അതുപോലെ ആക്സിലറേറ്റഡ് മാസ് സ്പെക്ട്രോമെട്രി, ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് ഇതെല്ലാം ഡേറ്റിംഗ് ടെക്നിക്കുകളാണ്. അതായത് കാലപ്പഴക്കം കണ്ടെത്താനുള്ള ടെക്നിക്കുകളാണ് ഓരോ റിമൈൻസിന്റെയും. ഇതിന് അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. അതിനകത്ത് ഞാൻ കുറെ കൊടുത്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. അടുത്ത ചോദ്യമാണ് നമ്മുടെ മെഗാലിത്തിക് സ്ട്രക്ചർ അല്ലെങ്കിൽ മെഗാലിത്തിക് ബെറിയൽ മോണുമെന്റ്സിൽ വരുന്നത് ഏതൊക്കെ എന്ന് കണ്ടെത്തണം. മെൻഹിർ, കെയ്ൻ സർക്കിൾ, ഡോൾമെനോയിഡ് സിസ്റ്റ്, ഹൂഡ് സ്റ്റോൺ, അലൈൻമെന്റ്. ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. അതായത് ഇവിടെ മെൻഹിറും ശരിയാണ്, കെയ്ൻ സർക്കിളും ശരിയാണ്, ഡോൾമെനോയിഡ് സിസ്റ്റ്, ഹൂഡ് സ്റ്റോൺ, അലൈൻമെന്റ് ഇതെല്ലാം മെഗാലിത്തിക് ബെറിയൽ സ്ട്രക്ചറുകൾ ആണ്. മെഗാലിത്തിക് ബെറിയൽ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സൗത്ത് ഇന്ത്യയിലെ അയണേജിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെഗാലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അവരുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അവരുടെ ബെറിയൽ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ആണ് എന്നുള്ളതാണ്. അവര് ഈ ബെറിയലിനകത്ത് ടൂൾസും പോട്രീസും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ അവരുടെ ലൈഫും അവരുടെ ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ സംബന്ധിച്ച വിശ്വാസങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത് അങ്ങനെയാണ്. സോ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതെല്ലാം ഈ പറഞ്ഞ മെഗാലിത്തിക് സ്ട്രക്ചറുകളാണ്. ഇതല്ലാത്തതിന് ഒരുപാട് മെഗാലിത്തിക് സ്ട്രക്ചറുകൾ ഉണ്ട്. അതിൽ വരുന്നതാണ് ഞാനിവിടെ ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട്. മെൻഹിർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ ഒരു കുത്തനെ സ്റ്റോൺ വെക്കുന്നതാണ്. ദെൻ ഡോൾമെനോയിഡ് സിസ്റ്റ് അല്ലെങ്കിൽ ഡോൾമെൻ എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ഡോൾമെൻ എന്ന് പറയുന്നത്. ദെൻ തൊപ്പിക്കല്ല് അറിയാം, ഒരു കല്ല് ഇങ്ങനെ തൊപ്പിയുടെ ഷേപ്പിൽ വെക്കുക എന്നുള്ളത്. ദെൻ കുണ്ടൻ കുടൈ അല്ലെങ്കിൽ ഹൂഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്നു. ദെൻ കെയ്ൻ സർക്കിൾ, ഇത്തരത്തിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള സർക്കിൾ ആയിട്ട് കല്ലുകൾ വെക്കുന്ന രീതിയാണ്, അതിനകത്ത് ബെറിയൽ ഉണ്ടാവും. അടുത്ത മൾട്ടിപ്പിൾ ഹൂഡ് സ്റ്റോൺ എന്നുള്ളതാണ്. ഇത് എന്താണ് പറയല്, ഒരു ഹൂഡ് സ്റ്റോണിന് ഒരുപാട് ഹൂഡ് സ്റ്റോണുകൾ വരുന്ന രീതിയിലുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ഹൂഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്നു. എന്തായാലും ഇവിടെ കാണാൻ പറ്റും സ്റ്റോൺ അലൈൻമെന്റ്, ഇതാണ് അലൈൻമെന്റ്, അതായത് കുത്തനെ സ്റ്റോണുകൾ വെക്കുന്ന രീതി. അടുത്താണ് ഏൺ ബെറിയൽ, പാത്രത്തിലാക്കിയിട്ട് അടക്കം ചെയ്യുന്നത്. ദെൻ പോർട്ട് ഹോൾ സിസ്റ്റ്, ദെൻ റോക്കറ്റ് കേവ്, ട്രാൻസ്പെക്റ്റഡ് സിസ്റ്റ്, ദെൻ സാക്രോഫാഗസ്. ഇതെല്ലാം മെഗാലിത്തിക് ബെറിയലിനകത്ത് വരുന്ന ബെറിയൽ പ്രാക്ടീസുകളാണ്. സോ ഓർത്തു വെക്കുക, എക്സാമിന് ഇത്തരത്തിൽ എക്സാമ്പിളുകൾ തന്നിട്ട് അത് മെഗാലിത്തിക് ബെറിയലിൽ പെട്ടതാണോ അല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നമുക്ക് അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ, ആംഫറ എന്ന് പറയുന്നത് റോമൻ ജാറാണ്. ഇതൊക്കെ എക്സാമിന് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അതായത് മെഗാലിത്തിക് കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയുമായിട്ട് റോമിന് നല്ല ട്രേഡ് ഉണ്ടായിരുന്നു. അരിക്കമയുടെ അതിൽ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് സെന്റർ ആയിരുന്നു. ദെൻ ഈ ആംഫറ എന്ന് പറയുന്നത് റോമൻ ജാറുകളാണ് എന്നും ഓർത്തു വെക്കുക. അതുപോലെ റോമൻ കോയിൻസ് ഒക്കെ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, Mahashila Kandaka and Radamushila were two secret weapons of war used by which of the following ruler? ആരാണ് മഹാശില കാന്തക, രഥമൂശല തുടങ്ങിയിട്ടുള്ള വാർ വെപ്പൺസ് ഉപയോഗിച്ചിരുന്നത്? ഓപ്ഷൻ എ ബിംബിസാര, ഓപ്ഷൻ ബി അജാതശത്രു, ഓപ്ഷൻ സി നാഗദാസക, ഓപ്ഷൻ ഡി സമുദ്രഗുപ്ത. ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അജാതശത്രു എന്നുള്ളതാണ്. അദ്ദേഹം അച്ഛനായിട്ടുള്ള ബിംബിസാറിനെയൊക്കെ കൊന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അങ്കിളുമായിട്ട് യുദ്ധം നടത്തേണ്ടി വരുന്നുണ്ട്. അല്ല ആ സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള രണ്ട് വെപ്പൺസ് ആണ് മഹാശില കാന്തക അതുപോലെ തന്നെ രഥമൂശല എന്ന് പറയുന്നത്. ദെൻ അജാതശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പലപ്പോഴും കൺഫ്യൂഷൻ ആയി പോകുന്ന ഒരു സംഗതിയാണ് അഗ്രമസ്. ഓക്കെ, ജസ്റ്റ് പറയാം, അഗ്രമസ് അല്ലെങ്കിൽ സാൻഡ്രാമസ്. ഇത് ഗ്രീക്ക് സോഴ്സുകൾ പറയുന്ന പേരാണ്. പക്ഷെ നമ്മൾ ഈ അഗ്രമസ് എന്ന് കാണുമ്പോൾ പെട്ടെന്ന് അജാതശത്രുവാണ് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അജാതശത്രു. ഇതെന്ന് പറയുന്നത് ധനനന്ദ അല്ലെങ്കിൽ ലാസ്റ്റ് നന്ദ റൂളർ ആയിരുന്ന ധനനന്ദയെ സംബന്ധിച്ച് പറയുന്ന പേരാണ് അഗ്രമസ് അല്ലെങ്കിൽ സാൻഡ്രാമസ് എന്ന് പറയുന്ന പേര്. ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഗ്രീക്ക് സോഴ്സുകളിൽ ചന്ദ്രഗുപ്ത മൗര്യ, അവിടെ അല്ല, ചന്ദ്രഗുപ്ത മൗര്യനെ സംബന്ധിച്ച് പറയുന്നത് സാൻഡ്രാകോട്ടസ് എന്നുള്ളതാണ്. സാൻഡ്രാകോട്ടസ്. അതുപോലെ തന്നെ ബിന്ദുസാര, ബിംബിസാരയല്ല ബിന്ദുസാര,
ബിന്ദുസാരയെ പറയുന്നത് അശോകന്റെ അച്ഛനാണ് ബിന്ദുസാര എന്ന് പറയുന്നത്. സോ ബിന്ദുസാരനെ പറയുന്നത് അമിത്രോകാറ്റസ് അല്ലെങ്കിൽ അമിത്രഗാഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അമിത്രോകാറ്റസ് എന്നുള്ള പേരിലാണ് ഗ്രീക്ക് സോഴ്സുകളിൽ ബിന്ദുസാരനെ പറയുന്നത്. ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. സോ ഇത്തരത്തിൽ ഗ്രീക്ക് സോഴ്സുകൾ പറയുന്ന പേര് എന്ത് എന്നുള്ളത് എക്സാമിന് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. സോ അതും പഠിച്ചു വെക്കണം. കാരണം ഈ ഒരു സമയത്ത് ഇൻഡോ ഗ്രീക്ക് ഇൻവേഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എന്താണ് പറയല് ചന്ദ്രഗുപ്ത മൗര്യൻ, അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് പറയല് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഗ്രീക്ക് റൂളേഴ്സിന്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് പറയല് മെഗസ്തനീസിന്റെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അജാതശത്രു അതേസമയം കുനിക എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അശോകചന്ദന എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഹി ബിലോങ്സ് ടു ഹര്യങ്ക ഡൈനസ്റ്റി. ആൻഡ് ഈ മഹാശിലാകാന്തക എന്ന് പറയുന്നതും രഥമൂശല എന്ന് പറയുന്നതൊക്കെ, രഥമൂശല എന്ന് വെച്ചാൽ ഒരു ചാരിയറ്റ് ആണ് വിത്ത് നൈസ്. നമ്മൾ ആ ഒരു ബാഹുബലിയിലൊക്കെ കാണുന്ന ഒരു കത്തിയൊക്കെ ഉള്ള ഒരു രഥം കാണാനായിട്ട് പറ്റിയ ആൾക്കാരെ തല ഇങ്ങനെ വെട്ടി വെട്ടി പോകുന്ന അത്തരത്തിലൊരു ഉപകരണമായിരുന്നു, അല്ലെങ്കിൽ ഒരു യുദ്ധ എന്താ വെപ്പണായിരുന്നു. പിന്നെ മഹാശിലാകാന്തക എന്ന് പറയുന്നത് ഒരു സ്റ്റോൺ ത്രോയിങ് കാറ്റപ്പൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവണയാണ്. പിന്നെ അതിൽ സ്റ്റോൺ, വലിയ ലാർജ് സ്റ്റോണുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ശത്രു സൈന്യത്തിന് നേരെ എഴുതി വിടാനായിട്ട് പറ്റുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള ബിംബിസാറിനെ കൊലപ്പെടുത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് അങ്കിളായിരുന്ന പ്രസേനജിത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിനെതിരെ യുദ്ധം നടത്തുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ അദ്ദേഹം യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ചോദ്യം ഇങ്ങനെയാണ്: സ്മൃതി സംഗ്രഹ ബൈ ആൻ അനോണിമസ് ഓതർ ഈസ് എ വർക്ക് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്ജക്ട്? ഏത് സബ്ജക്റ്റിനെ സംബന്ധിച്ചാണ് സ്മൃതി സംഗ്രഹ എന്ന് പറയുന്ന വർക്ക് വരുന്നത്? സോ ഇൻ സിമ്പിൾ വേർഡ്സ് ആലോചിക്കുക. മനുസ്മൃതി അല്ലെ, മനുസ്മൃതി എന്ന സ്മൃതി ടെക്സ്റ്റ് ആണ്. സോ അത്തരത്തിലുള്ള സ്മൃതി എന്ന് പറയുന്നത്, സ്മൃതി സംഗ്രഹം എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിലീജിയൻ ആണോ, ഫിലോസഫി ആണോ, എസ്പിയണേജ് സിസ്റ്റം ആണോ, അല്ലെങ്കിൽ ലോ ആൻഡ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, മിലിറ്ററി ആൻഡ് വാർഫെയർ ആണോ? സോ ഇവിടെ സ്മൃതി, മനുസ്മൃതി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അബൌട്ട് ലോ അല്ലെ, ഒരുപാട് നിയമങ്ങളാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്മൃതി സംഗ്രഹ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഈസ് അബൌട്ട് ലോ ആൻഡ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ദെൻ വേറൊരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസ്റ്റൽ പോർട്ട് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ വാസ് ഫേമസ് ഫോർ പേൾ ഫിഷിംഗ്? പേൾ ഫിഷിങ്ങിന് ഫേമസ് ആയിട്ടുള്ള ആൻഷ്യന്റ് ഇന്ത്യയിലെ പോർട്ട് ഏത് എന്നുള്ളതാണ്. സോ ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് അരിക്കമേട് ഉണ്ട്, കാവേരിപ്പട്ടണം, കീലാടി, കൊർഗൈ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, കൊർഗൈ എന്നുള്ളതാണ്. അത് പേൾ ഫിഷിങ്ങിന് ഫേമസ് ആയിട്ടുള്ള ഒരു എന്താണ് പറയല് പോർട്ട് ആയിരുന്നു എന്നുള്ളതാണ്. സോ കൊർഗൈ വാസ് ഇമ്പോർട്ടൻറ്റ് പാണ്ഡ്യൻ പോർട്ട്, ഒരു പാണ്ഡ്യൻ പോർട്ട് ആയിരുന്നു കൊർഗൈ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻഹാബിറ്റഡ് ബൈ ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ്. പേൾ ട്രേഡ് വാസ് അറ്റ് ഇറ്റ്സ് പീക്ക്. അവിടെ പേൾ ഫിഷിംഗ് നന്നായിട്ട് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പേൾ ട്രേഡും അവിടെ കാണാനായിട്ട് പറ്റിയിരുന്നു. പേൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് എന്താണ്, ഒരു മുത്താണ്, ഇങ്ങനെയുള്ള ഇതിന്റെ അകത്ത് ഉണ്ടാവുന്ന ഒരു സാധനമാണ്. എനിവേസ് ജസ്റ്റ് ഓർത്ത് വെക്കുക, പേൾ ഫിഷിംഗ് ഫേമസ് ആയിരുന്നത് ഇറ്റ് വാസ് കൊർഗൈ. നെക്സ്റ്റ് ഒരു ചോദ്യം നമുക്ക് നോക്കാം, റോക്ക് പെയിന്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ദ റോക്ക് പെയിന്റിങ്സ് ഇൻ ഇന്ത്യ വർ ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ. ഇന്ത്യയിൽ ആദ്യമായിട്ട് റോക്ക് പെയിന്റിംഗ് കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ എ സി എൽ കാർലൈൽ, എഫ് ആർ ആൽച്ചിൻ, എം സി ബർക്കിറ്റ്, എൽ എ കമിയഡ്. ആൻഡ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ സി എൽ കാർലൈൽ. സിംപ്ലി ആലോചിക്കുക, റോക്ക് പെയിന്റിംഗ് എന്ന് വെച്ചാൽ ഓരോ കാർവിങ്സ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്റ്റോണിനെ അവർ കാർവ് ചെയ്യാൻ ചെയ്യുക. അത് ചുരന്നെടുക്കുക അല്ലെങ്കിൽ എന്താണ് മാന്തി പൊളിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കളർ ഫില്ല് ചെയ്യാണ് ചെയ്യുക. സോ നിങ്ങൾ നമ്മുടെ എന്താണ് പറയല് എടക്കൽ കേവ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. സോ പറഞ്ഞു വന്നത് എ സി എൽ കാർലൈലാണ് ആദ്യമായിട്ട് ഈ റോക്ക് പെയിന്റിങ്സ് കണ്ടെത്തിയിട്ടുള്ളത്. കാർവിങ്സ് ആണ്, സോ കണ്ടെത്തിയത് കാർലൈൽ ആണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. ആൻഡ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ റോക്ക് പെയിന്റിംഗ് എന്നുള്ളതിനകത്ത് കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് എ സി എൽ കാർലൈൽ. ആർച്ചിബാൾഡ് കാമ്പൽ കാർലൈൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ആൻഡ് ഹി വാസ് ആൻ ഇംഗ്ലീഷ് ആർക്കിയോളജിസ്റ്റ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിൽ ഇന്ത്യയിലെ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള റോക്ക് പെയിന്റിംഗ് ഒക്കെ കണ്ടെത്തിയ വ്യക്തിയാണ്. ഹി വർക്ക്ഡ് അണ്ടർ സർ അലക്സാണ്ടർ കണിംഗ്ഹാം ഇൻ ദി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിനാണ് പഞ്ച് മാർക്കഡ് കോയിൻസ് ഒക്കെ ബഹ്റിയാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടെത്തുന്നത്, വാരണസിയുടെ അടുത്ത്. അങ്ങനെയുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ദെൻ
നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിന് അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പറയാട്ടോ. അതായത് റോബർട്ട് ബ്രൂസ്ഫുട്ട് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്രീ ഹിസ്റ്ററി എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം കർണൂലിന് മൈക്രോലിത്സ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യമാണ്, ഹൂ ഇസ് ദ ഓതർ ഓഫ് ദി ടെക്സ്റ്റ് ന്യായപ്രവേശ തർക്കശാസ്ത്ര? ന്യായപ്രവേശ തർക്കശാസ്ത്ര എന്ന് പറയുന്ന ടെക്സ്റ്റ് എഴുതിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻഡ് ദ ആൻസേഴ്സ് ആർ ശങ്കരസ്വാമിൻ, ഉദയതകാര, കുമാരിലഭട്ട, ഓപ്ഷൻ ഡി പാർത്ഥസാരഥി. ഇവിടെ ശരി ഉത്തരം ന്യായപ്രവേശ തർക്കശാസ്ത്ര. ന്യായപ്രവേശ തർക്കശാസ്ത്ര എന്നുള്ളത് എഴുതിയിട്ടുള്ളത് ശങ്കരസ്വാമിൻ എന്നുള്ളതാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. എന്നാ ന്യായപ്രവേശം എന്താണ് പറയല്, ഒരു തർക്കശാസ്ത്രമാണ്. ഇത് ഞാൻ റീസെന്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്വാമിമാർ പോകുന്നത് ശബരിമലയ്ക്കാണ്. അവിടുത്തെ സ്ത്രീ പ്രവേശം ഒരു തർക്ക വിഷയമായിരുന്നല്ലോ. സോ അത്തരത്തിലൊക്കെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം. സോ അത് എഴുതിയിട്ടുള്ളത് ശങ്കരസ്വാമിൻ ആണ്. അദ്ദേഹം ഒരു സ്വാമി, ആ രീതിയിൽ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ആൻഡ് ശങ്കരസ്വാമിനാണ് ന്യായപ്രവേശ തർക്കശാസ്ത്ര എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹം ഒരു ഇന്ത്യൻ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളായിരുന്നു. ദിന്നക അല്ലെങ്കിൽ ദീഗ്നകക്ക് ശേഷമാണ്, ആൻഡ് ധർമ്മകീർത്തിക്ക് മുന്നേ ആയിരുന്നു. ഒക്കെ ഓർത്തു വെക്കുക. ജസ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ദെൻ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഭോജപ്രബന്ധ. ഭോജപ്രബന്ധ വാസ് എ ടെക്സ്റ്റ് റിട്ടൺ ബൈ. ആരാണ് ഭോജപ്രബന്ധ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്? ബല്ലാല, ബിൽഹണ, പത്മഗുപ്ത, ജയസിംഹ. ആൻഡ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബല്ലാല എന്നുള്ളതാണ്. സിംപ്ലി ആലോചിക്കുക, ഭോജനം എന്ന് വെച്ചാൽ ഫുഡ് എന്നാണല്ലോ. സോ ഞാനൊക്കെ പഠിച്ചിട്ടുള്ള ബല്ലാത്ത ഭോജനം എന്നുള്ള ആലോചിക്കുക. ഇത് വല്ലാത്തൊരു തീറ്റ അറിയില്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. സോ ബല്ലാല എന്നുള്ള ആളാണ് ഭോജപ്രബന്ധ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. ബല്ലാത്ത ഭോജനം എന്നുള്ള രീതിയിലെങ്കിലും ആലോചിച്ച് വെക്കുക. ആൻഡ് ഈ ബല്ലാല ദേവ എന്ന് പറയുന്നത് ഈ എന്താണ് പറയല്, മാൽവ അല്ലെങ്കിൽ ഭോജപ്രബന്ധ ഓതർഡ് ബൈ ബല്ലാല ദേവ നരേസ് എ ടെയിൽ ഓഫ് ഭോജ ഹു റെയിൻഡ് ആസ് കിങ് ഓഫ് മാൽവ. മാൽവ രാജാവായിരുന്ന ഭോജയെ സംബന്ധിച്ചാണ് ബല്ലാല ദേവ ഭോജപ്രബന്ധ എഴുതിയിട്ടുള്ളത്. ജസ്റ്റ് ഓർത്തു വെക്കുക. ദെൻ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഗതിയാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ബോസ്ട്രോഫെഡൻ ഈസ് എ പോട്രി മേക്കിംഗ് സ്റ്റൈൽ, ബീഡ് മേക്കിംഗ് സ്റ്റൈൽ, റൈറ്റിംഗ് സ്റ്റൈൽ, സ്റ്റാച്യു മേക്കിംഗ് സ്റ്റൈൽ. സോ ഇതിനകത്ത് ഒരു സംശയം ഉണ്ടാവില്ല, ബോസ്ട്രോഫെഡൻ എന്ന് വെച്ചാൽ നമ്മൾ ഇൻഡസ് വാലി സ്ക്രിപ്റ്റിനെ സംബന്ധിച്ച് പറയാറുണ്ട്. സോ ഇവിടുത്തെ പോട്രി മേക്കിംഗ് സ്റ്റൈൽ അല്ല, ബീഡ് മേക്കിംഗ് സ്റ്റൈലും അല്ല, റൈറ്റിംഗ് സ്റ്റൈലാണ് ബോസ്ട്രോഫെഡൻ എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ ലൈൻ വലത്തുനിന്ന് എഴുതുന്നു, പിന്നെ ഇടത്തുനിന്ന് അങ്ങോട്ട് എഴുതുന്നു, ഇങ്ങനെയാണ് വരിക. പിന്നെ തിരിച്ച് ഇടത്തുനിന്ന് അങ്ങോട്ട് പോകുന്നു, പിന്നെ തിരിച്ച് വലത്തുനിന്ന് ഇങ്ങോട്ട് എഴുതുന്നു. ഇങ്ങനെ എഴുതുന്ന രീതിയാണ് ബോസ്ട്രോഫെഡൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ബെറ്റ്വീൻ ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് ഓറിയന്റേഷൻ, അതാണ് ബോസ്ട്രോഫെഡൻ എന്ന് പറയുന്നത്. ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ്. നമ്മൾ മലയാളമൊക്കെ എഴുതുകയാണെങ്കിൽ എന്താണ്, കംപ്ലീറ്റ്ലി ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എഴുതുക. അറബിക്ക് എഴുതുകയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എഴുതുക. അതേസമയം ഇത് ആദ്യം റൈറ്റ് ടു ലെഫ്റ്റ് എഴുതും, പിന്നെ ലെഫ്റ്റ് ടു റൈറ്റ് എഴുതും. ആ ഒരു രീതിയാണ്. then അടുത്തൊരു ചോദ്യം അഗൈൻ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് സൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ആൻഡ് അത് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത് കണ്ടെത്തണം. തെക്കൽകോട്ട, തക്കല്യത, ചകേര, ഗിലുന്ദ്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക, രാജസ്ഥാൻ. ഈ ഗിലുന്ദ് ഒക്കെ നേരത്തെ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്, തെക്കൽകോട്ട കുറെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇവിടുത്തെ നമ്മൾ മാച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, തെക്കൽകോട്ട എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ കർണാടക, ആൻഡ് ഗിലുന്ദ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ രാജസ്ഥാൻ. ഓക്കെ, ആൻഡ് ഇവിടുത്തെ ശരി ഉത്തരം എന്നുള്ളത് ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. അതായത് തെക്കൽകോട്ട കർണാടക, ദെൻ തക്കല്യത എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്, ചക്കേര എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്, ആൻഡ് ഗിലുന്ദ് എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. ഈ രീതിയിലാണ് അവിടുത്തെ ആൻസർ വരുന്നത്. ദെൻ അടുത്ത ഒരു ചോദ്യമാണ്, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പാർട്ട് 4 കണ്ടിട്ടുണ്ടെങ്കിൽ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്, കാരണം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. Okay, in ancient India, the term Sattar was used for which of the following? A distinguished class of officials who belonged to the royal family, a prosperous group of merchants dealing in arms used in war, a member of the Sabha or Samiti which organized the sessions of councils,
എ സ്പെഷ്യൽ ക്ലാസ് ഓഫ് സ്പൈ ഹൂ വാസ് എൻ ഓർഫൻ ട്രെയിൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് ഫോർ ദ വർക്ക്. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് സ്പൈ ആണ്. അതിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഓർഫൻ ആണ് ഈ പറഞ്ഞ സത്ര എന്ന് പറയുന്നത്. സോ അവരൊരു സ്പൈ ആണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ചെറിയ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി, അപ്പോൾ ഓർഫൻ ആയല്ലോ. എന്നിട്ട് ഓർഫൻ ആയിട്ട് പിന്നെ ആ കുട്ടീനെ സത്രത്തിലിട്ട് ട്രെയിനിങ് കൊടുത്തു എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും സത്ര എന്ന് പറയുന്നത് എ സ്പെഷ്യൽ ക്ലാസ് ഓഫ് സ്പൈ ആണ്. ഓർഫൻ ആൻഡ് ട്രെയിൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് ഫോർ ദ വർക്ക്. ചെറുപ്രായം മുതൽ തന്നെ ഈ ഒരു സ്പൈ വർക്ക് ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ആളും ആയിരുന്നു. then അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് അബൌട്ട് ഈ പഴയ കാലത്തെ സ്തൂപയുടെ ആർക്കിടെക്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ അത് നമ്മൾ അടുത്ത ഒരു സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഈ ഒരു സെഷൻ തൽക്കാലത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ സ്തൂപമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമായിട്ട് അടുത്തൊരു സെഷനിൽ വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ആണ് ഇതിൽ ശരിക്കും കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് നമുക്കുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എത്രമാത്രം ഹെൽപ്ഫുൾ ആണെന്നുള്ളത് പറയുക. ആൻഡ് അതിന്ന് ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ആവേശം ഉണ്ടാവും. സോ അതൊന്ന് ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. തൽക്കാലത്തേക്ക് കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ചോദ്യമായിട്ട് വരാം. താങ്ക് യു.